ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനഭാഗം റോമ 14 8 വാക്യം. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകളാണിത്. സ്ലീഹ തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഈ വചനഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇതുപോലെയുള്ളൊരു ബന്ധം നമുക്കും ജീവിതത്തിൽ വളർത്തിയെടുക്കണം. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് ദൈവത്തിനു വേണ്ടിയായിരിക്കണം. ഭൂമിയിലുള്ള വ്യക്തികളെ പ്രീതിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ ഉള്ളതായിരിക്കരുത് നമ്മുടെ ഓരോ പ്രവൃത്തിയും. നമ്മുടെ എല്ലാ പ്രവൃത്തിയും ദൈവത്തിനു വേണ്ടിയുള്ളതായിരിക്കണം. നമുക്കും സ്ലീഹായുടെ പോലെ പറയുവാൻ സാധിക്കണം, മരിച്ചാലും ജീവിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, മരിക്കുന്നെങ്കിലും അങ്ങയോടൊത്ത് ആയിരിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ.